പി റേഷ്യോ അടിസ്ഥാനമാക്കി അതിൻ്റെ ഓഹരി ഓവർ വാല്യുവേഷനിലാണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന നിഗമനത്തിൽ എത്തുന്നതിന് മുന്നേ ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കമ്പനിയുടെ പി റേഷ്യോ സമാന വ്യവസായത്തിലെ കമ്പനികളുടെ നിലവാരത്തിൽ തന്നെയാണോ? ഓഹരിയുടെ നിലവിലെ പി റേഷ്യോ അതിൻ്റെ തന്നെ ഹിസ്റ്റോറിക്കൽ പി റേഷ്യോയുടെ പരിധിക്കുള്ളിലാണോ? ആഗോളതലത്തിലെ സമാന കമ്പനികളുടെ പി റേഷ്യോയുടെ നിലവാരത്തിലാണോ എന്നിങ്ങനെയുള്ള ഘടകങ്ങളും വിലയിരുത്തണം. സാധാരണഗതിയിൽ ഓഹരിയുടെ പി റേഷ്യോ സ്വന്തം വ്യവസായ മേഖലയിലെ കമ്പനികളുടെയും ആഗോളതലത്തിലെ കമ്പനികളുടേതിനും സമാന നിലവാരത്തിലായിരിക്കും കാണാറുള്ളത്. സ്വന്തം ഹിസ്റ്റോറിക്കൽ പി നിലവാരവുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു പരിധിക്കുള്ളിലായി നീങ്ങുന്നതും കാണാം. ഇതിൽ നിന്നും കാര്യമായ വ്യതിചലനമുണ്ടെങ്കിൽ കമ്പനിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തേണ്ടി വരും. റേഷ്യോ അടിസ്ഥാനപ്പെടുത്തി എളുപ്പം വരുമാനത്തിൻ്റെ തോത് മനസ്സിലാക്കാമെങ്കിലും മറ്റ് ചില ഘടകങ്ങൾ കൂടി പരിഗണിച്ചാലേ തീരുമാനം കൂടുതൽ മികച്ചതാകൂ. ഒരു കമ്പനിക്ക് സമീപഭാവിയിൽ വരുമാനത്തിൽ വർധനവ് നേടാനാവുമെങ്കിൽ പി റേഷ്യോ മാത്രം അടിസ്ഥാനപ്പെടുത്തി അന്തിമ തീരുമാനമെടുക്കുന്നത് ഉചിതമായിരിക്കില്ല. അതിനാൽ നിലവിൽ കടത്തിൻ്റെ തോത്, കമ്പനി പ്രവർത്തിക്കുന്ന മേഖല, ബിസിനസ് ശൈലി, വളർച്ചാ സാധ്യതയൊക്കെ പരിഗണിച്ച് വേണം ദീർഘകാല നിക്ഷേപത്തിന് ഏത് ഓഹരി പരിഗണിക്കണമെന്ന അന്തിമ തീരുമാനമെടുക്കാവൂ. പി റേഷ്യോ അഥവാ പ്രൈസ് ഏർണിങ്സ് ടു ഗ്രോത്ത് റേഷ്യോയും പരിഗണിക്കാം.